ദാവീദിന്റെ സങ്കടം പേറുന്നവർ ഏതോ ചില മുറികളിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം, ഏതോ ചില യാത്രകളിൽ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടാകാം, ഏതോ ചില നെരിപ്പോടുകളിൽ ഉരുകുന്നുണ്ടാകാം. 3 സന്ദേശങ്ങൾ ദാവീദ് പറയുന്നുണ്ട് എന്നോട്, താങ്കളോട്. ജീവിതത്തിൽ അകാരണമായ സഹനങ്ങൾ, അന്യായമായ ഉപദ്രവങ്ങൾ നമ്മുടെ നേരെ വരുമ്പോൾ ദാവീദ് തരുന്ന, കാലത്തിന് തരുന്ന 3 സന്ദേശങ്ങൾ കേൾക്കുമോ? ഈ രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സന്ദേശങ്ങളെ തരട്ടെ. 1, ദാവീദിന്റെ 1ാമത്തെ പ്രത്യേകത പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു എന്നാണ്. വളരെ അർത്ഥവത്തായി ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ട ഒരു പദമാണ് ഇന്നർ ഹീലിംഗ് അഥവാ ആന്തരിക സൗഖ്യം. പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ടു. നമുക്കൊക്കെ ശാരീരിക സൗഖ്യത്തിന് ഓടി നടക്കുന്നവരാണ്. തലവേദന മാറാനും നടുവേദന മാറാനും ജീവിതത്തിന്റെ കണ്ണീര് മാറാനുമൊക്കെ ശാരീരിക സൗഖ്യത്തിനു വേണ്ടി ആത്മീക പ്രകാശത്തെ ഉപാസിക്കുന്നവരാണ് നാം. അവിടെയാണ് ആന്തരിക സൗഖ്യം. അയാൾ അങ്ങനെ ചെയ്തോട്ടെ. തീവ്ര പ്രതികരണങ്ങളും ആത്മരോഷങ്ങളും ഒഴിവാക്കി ചുമ്മാ പോട്ടെ മച്ചാനെ എന്ന് പറഞ്ഞിട്ട്, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ, അയാൾ അങ്ങനെ ശപിച്ചോട്ടെ എന്നേ, അയാൾ അങ്ങനെ പറഞ്ഞോട്ടെ, ഇത്ര കൂൾ മൈൻഡഡ്. ഇതാണ് ആന്തരിക സൗഖ്യം. പ്രതികാരത്തിന്റെ അവസരങ്ങൾ മുൻപിൽ തുറന്നു കിടക്കുക. ഈ ശിമയോട് പ്രതികരിക്കാൻ നമുക്ക് പലരോടും പ്രതികാരം ചെയ്യണമെന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ പല ഇത്തരം അനുഭവങ്ങളിലും അവസരങ്ങൾ ഒത്തുകിട്ടാത്തോണ്ടാ. ചിലപ്പോ നമ്മൾ പറയാറുണ്ട്, അവനെ എന്റെ കയ്യിൽ കിട്ടിയാൽ, അവളെ എന്റെ കയ്യിൽ കിട്ടിയാൽ, എനിക്ക് ഒത്തു കിട്ടിയാൽ ഞാൻ പണി കൊടുക്കും. നമ്മുടെ ഭാഷയാണത്, ഞാൻ പണി കൊടുക്കും. നമ്മളൊക്കെ പറയുന്നവരാണ്. പക്ഷെ ഒത്തുകിട്ടിയിട്ടും, മുൻപിൽ കിട്ടിയിട്ടും പ്രതികാരത്തിന്റെ സാധ്യതകൾ മുച്ചൂടും മുടിച്ചു കളയാൻ സ്വന്തം ജീവിതത്തെ ശപിച്ച, തന്റെ ഐഡന്റിറ്റിയെ ആക്ഷേപിച്ച, വ്യക്തിത്വത്തെ പരിഹസിച്ച മനുഷ്യനെ മുന്നിൽ കിട്ടിയിട്ടും ദാവീദ് ആന്തരിക സൗഖ്യം കൊണ്ട് പരിഹാസങ്ങളെ നേരിട്ടു. ആന്തരിക സൗഖ്യം. ഇന്ന് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ 270% മനോരോഗികൾ വർദ്ധിച്ചത്. വളരെ മെലങ്കോളിക്കായി മനുഷ്യർ, വിഷാദം ശീലമാക്കിയവർ, മുഖഛായയിൽ പോലും വിഷാദത്തിന്റെ കറുപ്പ് പടർന്ന മുഖങ്ങൾ. ഇന്നൊരുപാട് വിഷാദ രോഗികളുണ്ട്. വളരെ മെലങ്കോളിക്കായി മനുഷ്യരെ നാം കണ്ടുമുട്ടുന്നു. നമ്മളൊക്കെ വളരെ ഡിപ്രസ്ഡ് ആണ്. നമുക്കുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ആന്തരിക സൗഖ്യത്തിന്റെ അഭാവമാണ്. പകയുടെ തീക്കനലുകൾ സിരയിൽ കൂട്ടി നടക്കുന്നവരാണ് നാം. അറിയില്ലേ നിങ്ങൾക്ക് യാക്കോബിനെയും യോഹന്നാനെയും? ശമരിയ നാട്ടിൽ കൂടെ തമ്പുരാൻ കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചപ്പോ ഇങ്ങോട്ട് വരണ്ട എന്ന് അവര് പറഞ്ഞു. അപ്പോ യാക്കോബും യോഹന്നാനും പറഞ്ഞത്, കർത്താവേ, ആകാശത്തുനിന്ന് തീയിറക്കി ഇതുങ്ങളൊക്കെ ദഹിപ്പിച്ചു കളയട്ടെ എന്നാ. ഒരു ജനത മുഴുവൻ നശിച്ചു പോകാൻ ആഗ്രഹിച്ച ഒരു യാക്കോബുണ്ട് സുവിശേഷത്തിൽ, യോഹന്നാനുണ്ട്. എന്നാൽ ഈ യാക്കോബും യോഹന്നാനും പിൽക്കാലത്ത് ആന്തരിക സൗഖ്യത്തിന്റെ വാടാമുടി ചൂടി നിൽക്കുന്നുണ്ട്. യാക്കോബ് പറയുന്നുണ്ട് പിൽക്കാലത്ത് തന്റെ ലേഖനത്തിൽ, നാവ് അത്ര വലിയ തീ, പ്രതികരിക്കാൻ പാടില്ല. ഈ പുള്ളിയാണ് പണ്ട് പറഞ്ഞത്, ഹിറ്റ്ലർ മാത്രമേ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഒരു ജനത മുഴുവൻ പോകണമെന്ന്, യഹൂദന്മാര് മുഴുവൻ നശിക്കണമെന്ന്. യാക്കോബ് പറഞ്ഞത് ഈ ശമര്യ മുഴുവൻ തീയിട്ട് പോകണമെന്നാ. ഈ മനുഷ്യനാണ് പിൽക്കാലം പറയുക, പാടില്ല നാവ്. ഈ യോഹന്നാനാണ് പിൽക്കാലത്ത് പറയുക, സ്നേഹം, ലവ്, സ്നേഹത്തെ കുറിച്ച് മാത്രം. ആ ചുണ്ടുകളിൽ നിന്ന് അഗ്നി പടർന്ന തന്റെ ലേഖനത്തിന്റെ ഭാവവും ഭാഷയും. എന്നെ കേൾക്കുന്നവരെ, ആന്തരിക സൗഖ്യമില്ലാതിരുന്ന യാക്കോബും യോഹന്നാനും പ്രതികാരത്തിന്റെ കനലുകൾ സിരകളിൽ കൂട്ടി നടന്നു. പിൽക്കാലത്തോ നമ്മളൊക്കെ യാക്കോബിന്റെ യോഹന്നാന്റെ 1ാം പകുതിയിലാണ്.
പലർക്കും പലരോടും പ്രതികരിക്കണമെന്നുണ്ട്. പലർക്കും പലരോടും, എന്നെ കേൾക്കുന്ന പലരും ഇത് ചിന്തിക്കുന്നില്ലേ? ജീവിതത്തിന്റെ അന്യായമായ പല വേദനകളിലും പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മുടെ മുമ്പിൽ ഒരു ദർപ്പണം പോലെ, നമ്മുടെ മുമ്പിൽ ഒരു തെളിഞ്ഞു നിൽക്കുന്ന മുനിഞ്ഞുകത്തുന്ന നിലവിളക്ക് പോലെ, ഒരു പ്രകാശഗോപുരം പോലെ ചിറകില്ലാത്ത മാലാഖയായി ദാവീദ് നിൽക്കുന്നു. ആന്തരിക സൗഖ്യം. ഇന്ന് ആ വാക്ക് മാത്രം നിങ്ങളിങ്ങനെ ആവർത്തിച്ചുരുവിടുമോ? മലകൾ ഇളകലും മഹാജനാനാം മനമിളക എന്നാണ് പറയുക. മലകൾ ഇളകിയാലും വലിയ മനുഷ്യരുടെ മനസ്സ് ഇളകുകയല്ല. നമ്മളൊക്കെ വളരെ ഫ്ലക്ച്വേഡ് ആണ്, നമ്മളൊക്കെ വളരെ സ്ലിപ്പിംഗ് ആണ്, നമ്മളൊക്കെ പെട്ടെന്ന് ആടിപ്പോകും. തീവ്രമായി വളരെ പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു പോകും. പിന്നീടാണ് ഓർക്കുക, ഛേ വേണ്ടായിരുന്നു, അങ്ങനെ വേണ്ടിയിരുന്നില്ല, അങ്ങനെ വേണ്ടിയിരുന്നില്ല. പറഞ്ഞു പോയ വാക്കിനെ ഓർത്ത് ഖേദിക്കാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ഇല്ല. നമ്മളൊക്കെ വളരെ പെട്ടെന്ന് പ്രതികരിക്കുന്നവരാണ്. അവിടെയാണ് ദാവീദിനെ കുറിച്ച് ഭാരതത്തിന്റെ ആ ചിന്ത തന്നെ പറയണം. മലകൾ ഇളകലും മഹാജനാനാം മനമിളക. വലിയ ജനത്തിന്റെ മനസ്സ് ഇളകില്ല. പരിഹാസങ്ങൾ ഏറ്റുകൊണ്ട് തുടങ്ങിയ നമ്മുടെ തമ്പുരാനെ ഓർക്കുന്നില്ലേ? തമ്പുരാന്റെ ശുശ്രൂഷയെ കുറിച്ച് എന്ത് പറയുന്നു? അപ്പന് വിളി കേട്ടോണ്ടാ തുടങ്ങിയത്. 40 ദിവസം ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞിട്ട് പ്രാണൻ കത്തുന്ന വിശപ്പുമായി മരുഭൂമി വിട്ടു പോരാനൊരുങ്ങുമ്പോ പിശാച് എന്നെ പറഞ്ഞത്, ഈ കല്ലിനോട് അപ്പമാവുക. ഞാൻ വിചാരിക്കുന്നു വാലും കൊമ്പും ഒന്നും ഉള്ള പിശാചല്ല. വിശന്ന് പ്രാണം കരിഞ്ഞു നിൽക്കുന്ന തമ്പുരാന്റെ ആമാശയത്തിന്റെ ഉള്ളിൽ ചാരുകസേര ഇട്ടിരുന്ന് പിശാചു. എന്നിട്ട് പറഞ്ഞു, ഈ മലഞ്ചരിവിൽ കിടക്കുന്ന വെളുത്തുരുണ്ട കുമ്മായക്കല്ലുകൾ മധുരമുള്ള ഇഡ്ഡലി പോലെയല്ലേ കാഴ്ചയിൽ? ഇത് അപ്പമായിരുന്നെങ്കിൽ എന്തിനാണ് മരയാശാരിയുടെ ഓണങ്കേറാമൂലയിലുള്ള വീട്ടിൽ പോയിട്ട് കഞ്ഞി കുടിക്കുന്നത്? ഉപവാസം കഴിഞ്ഞല്ലേ? നമുക്കും അങ്ങനെയാണല്ലോ. ഒരു ഉപവാസം കഴിഞ്ഞ പള്ളിയിൽ നിന്ന് ഇത്തിരി കഞ്ഞി കിട്ടുക, കുടിച്ചിട്ട് വീട്ടിൽ പോവുക. പിശാചു ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, നീ ദൈവപുത്രനെങ്കിൽ എന്ന് പറഞ്ഞ നല്ല അപ്പന് പിറന്നവനാണെങ്കിൽ, ഞങ്ങളുടെ തെക്കൊക്കെ പറയും ചൊണയുള്ള അപ്പന്റെ മോനാണെങ്കിൽ, അത് ഐഡന്റിറ്റി ക്രൈസിസാ. ആ മലയാളം വേറൊരു വാക്കാണ് പറയേണ്ടത്, പക്ഷെ ഞാനതിവിടെ പറയാൻ പാടില്ലല്ലോ. നല്ല അപ്പന് പിറക്കുക. നല്ല അപ്പന്റെ മോനാണെങ്കിൽ ചെയ്യ. കർത്താവ് തുടങ്ങിയത്, പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് ഈ അപ്പന് വിളി കേട്ടുകൊണ്ടാണ്. അവസാനിക്കുമ്പോഴോ ക്രൂശിൽ കിടക്കുമ്പോ താഴെക്കൂടെ പോയ പാർട്ടികളൊക്കെ ചുമ്മാ പറയാണ്. അതിലൊരാൾ പറഞ്ഞത് എന്താ? ഇവൻ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. പഴയ അപ്പന് വിളി. അപ്പന് വിളി കേൾക്കാം, ഒരുമാതിരി സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണെങ്കിൽ ചീത്തവിളി കേൾക്കാം. പക്ഷെ ചങ്കു പറയണ വേദനയിൽ ശരീരം മുഴുവൻ മുറിഞ്ഞ് ഒരൊറ്റ മുറിവായി കാൽവറി ക്രൂശിൽ ഇങ്ങനെ പിടയുമ്പോ, വേദനിച്ചിരിക്കുമ്പോ അപ്പന് വിളി കേൾക്കുക പറ്റുമോ? ഈ വേദനയുടെ മധ്യത്തിൽ വീണ്ടും കേട്ടു തമ്പുരാൻ ക്രൂശിൽ അപ്പന് വിളി. നീ ദൈവപുത്രനെങ്കിൽ, ചൊണയുള്ള അപ്പന്റെ മോനാണെങ്കിൽ ഇറങ്ങി വാടാ എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞത്. സുവിശേഷകൻ മാന്യമായിട്ട് എഴുതിയിരിക്കുന്നുള്ളതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിന്ദനമേറ്റവർ എന്നെ കേൾക്കുന്നിട്ടുണ്ടെങ്കിൽ, അതൊരു പക്ഷെ പുരോഹിതനാകാം, ശുശ്രൂഷകനാകാം, അൽമായനാകാം. ഒറ്റ കാര്യം ഓർക്കുക, ഈ അപ്പന് വിളി കേട്ടുകൊണ്ട് തുടങ്ങുകയും അപ്പന് വിളി കേട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്ത ആ തമ്പുരാന്റെ ക്രൂശിലേക്ക് എന്റെ സ്നേഹിത ഒന്ന് നോക്കിക്കേ. ക്രൂശ് അതൊരു വലിയ ആന്തരിക സൗഖ്യത്തിന്റെ മുഖാന്തര. എന്നെ കേൾക്കുന്ന ഭർത്താവ്, എന്നെ കേൾക്കുന്ന ഭാര്യ, എന്നെ കേൾക്കുന്ന മക്കൾ വല്ലാതെ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കൂ, അപ്പന് വിളി കേട്ടുണ്ട് തുടങ്ങിയൊരു തമ്പുരാൻ നമുക്കില്ലേ? പിന്നെ എന്തു വേണം നമുക്ക് ആന്തരിക സൗഖ്യത്തിന്? പിന്നെ എന്തു വേണം? ചരിത്രത്തിൽ ഒത്തിരി പേരുണ്ട്. ചരിത്രത്തിലൊരു വലിയ മനുഷ്യൻ 1802 ഫെബ്രുവരി 26 അങ്ങ് യൂറോപ്പിലാണ്, പുറത്താണ്. ഒരിടുങ്ങിയ മുറിക്കുള്ളിൽ അമ്മ പെറ്റിട്ടപ്പോ ആദ്യം അപ്പനാണ് ഈ കുഞ്ഞിനെ കാണുക.
അപ്പൻ ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ടില്ല. കറുത്തു കുറുകിയ ഒരു കൊച്ച്. അപ്പൻ പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയാം? ഓ, നോത്തർദാമിന്റെ ഓവിന്റെ ചേലിൽ ഒരു ചെക്കൻ. എന്തിന്? നോത്തർദാം അതൊരു സ്ഥലമാണ്. നോത്തർദാമിന്റെ ഓവിന്റെ എന്ന് പറഞ്ഞാൽ ഓടയുടെ ചേലിൽ ഒരു ചെക്കൻ പിറന്നു വീണ ആദ്യം സ്വന്തം അപ്പൻ, സ്വന്തം തന്ത എന്ന് പറയാം, പറഞ്ഞ വാക്കാണ്. അവിടെ നിന്ന് തുടങ്ങിയാണ്. കുടുംബത്തിലും വീട്ടിലും ഒക്കെ പരിഹസിക്കപ്പെട്ടു. പക്ഷെ ആ പരിഹാസം കേട്ടു തുടങ്ങിയ വീട്ടിലെ മുറി പിൽക്കാലത്ത് ആ രാജ്യത്തിന്റെ മ്യൂസിയമായി മാറി. ഞാൻ പറഞ്ഞു വരുന്നത് വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ കുറിച്ചാണ്. നോവലിസ്റ്റും നാടകകൃത്തും കവിയും രാഷ്ട്രീയ ചിന്തകനുമായി പിഞ്ചുപ്രായത്തിൽ പരിഹാസമേറ്റുകൊണ്ട് ഈ ലോകത്തിലേക്ക് പിറന്നു വീണ കുഞ്ഞ്. ഈ വികൃത രൂപനായ കുഞ്ഞ് മൂകനും ബധിരനുമാണോ എന്ന് അമ്മ പോലും ചിന്തിച്ചു പരിഹസിച്ചിട്ടുണ്ട്. പരിഹസിക്കപ്പെട്ട് തുടങ്ങിയവരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട് കേട്ടാ. ആന്തരിക സൗഖ്യം. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുക, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തോന്നിയാലും, ചുമ്മാ പാടുന്നേ, ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ക്ഷമയുടെ കുലപർവമായി, ആന്തരിക സൗഖ്യത്തിന്റെ മഹാഗോപുരമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോ ഇന്ന് രാത്രി ചിന്തിക്കൂ, പരിഹസിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഉരുകുന്നുണ്ടെങ്കിൽ ആന്തരിക സൗഖ്യത്തിന് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്ക്. ഏലിയാവും യോനയും ഒക്കെ ഈ ആന്തരിക സൗഖ്യമില്ലാതെ മരിക്കാൻ ആഗ്രഹിച്ചതല്ലേ? ചൂരച്ചെടിയുടെ തണലിൽ ചത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ ജീവിതത്തിൽ നിന്ന് റിസൈൻ ചെയ്യാൻ ഒരുങ്ങി, രാജിവെക്കാൻ ഒരുങ്ങി. തമ്പുരാൻ അവരുടെ ആ വാക്കിന്റെ ഇടയ്ക്കൊരു വരയിട്ടു. റിസൈൻ, RESIGN, RE കഴിഞ്ഞൊരു വരയിട്ടു, SIGN എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വീണ്ടും ഒപ്പുവയ്ക്കുക. പിന്നെയും തുടങ്ങി. ആന്തരിക സൗഖ്യത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി എന്നുള്ളതാ. യോന ആന്തരിക സൗഖ്യത്തിന്റെ അഭാവമുണ്ടായിരുന്ന ഒരു നാളുണ്ട്. ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കൂ. സ്വയം ശപിക്കുന്നുണ്ട് ഇയ്യോബ്. 3:1-2, 3-ാം അധ്യായം. എന്റെ അപ്പൻ എന്നെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞ രാത്രി ഇരുണ്ടുപോകട്ടെ, എന്റെ അമ്മ മുടിഞ്ഞ് പണ്ടാരടങ്ങിപ്പോട്ടെ, എന്റെ ജന്മദിവസം തുലഞ്ഞു പോട്ടെ. ഇതാണ് യോബ്. ഈ യോബ് ജീവിതത്തിന്റെ പോരാട്ടങ്ങളോട് തീവ്രമായി പ്രതികരിക്കുക. ഭാര്യ പരിഹസിക്കുന്നുണ്ട്. ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ഈ യോബ് ആന്തരിക സൗഖ്യത്തിന്റെ ഗോവണി കയറി തമ്പുരാന്റെ പാദപീഠത്തെങ്കിൽ നിൽക്കുന്ന ഒരു 40-ാം അധ്യായം ഉണ്ട് കേട്ടോ. ആ 40-ാം അധ്യായത്തിൽ യോബ് പറയുന്നുണ്ട്, ഞാൻ എന്നെ ഉത്തരം പറയാനാ. 40:3, ഞാൻ കൈകൊണ്ട് വാപൊത്തുന്നു, ഇനി ഞാൻ മിണ്ടില്ല. എന്റെ ജീവിതത്തോട്, എന്റെ ജീവിതത്തിന്റെ സമരങ്ങളോട് മിണ്ടില്ല. ആന്തരിക സൗഖ്യം. എത്രയോ അനുഭവങ്ങൾ. ബുദ്ധനെ വിളിച്ചിരുന്നൊരു പേരുണ്ട്, ശ്രീബുദ്ധൻ. തഥാഗതൻ എന്നാണ്. തഥാഥ എന്ന് പറയും, രഥത്തിന്റെ തഥാഥ. അതൊരു വാക്കാണ്. ഈ വാക്കിന് ഒത്തിരി സൗഖ്യപ്പെടുത്താൻ കഴിവുള്ള വാക്കാണ് തഥാഥ, തഥാഗതൻ. അതിന്റെ അർത്ഥം, ജീവിതം എങ്ങനെയാണോ അടുത്തേക്ക് വരുന്നത് അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുക. അതാണ് അതിന്റെ അർത്ഥം. ജീവിതം എങ്ങനെയാണോ അടുത്തേക്ക് വരുന്നത് അങ്ങനെ തന്നെ അതിനെ സ്വീകരിക്കുക. തമ്പുരാനും പറഞ്ഞിട്ടുണ്ട്, മുൻപിൽ വിളമ്പിയത് ഭക്ഷിക്കിൻ. ജീവിതം എങ്ങനെയാണോ അടുത്തേക്ക് വരുന്നത് അതേപോലെ സ്വീകരിക്കുക. നമുക്ക് പറ്റുമോ? പറ്റില്ല. മുന്നിലൊരു ചുവടുവയ്പാൻ മാത്രമിട കാണുന്നു ഞാൻ, ആയതു മതിയെനിക്ക് ശേഷമെല്ലാം ദൈവഹിതം. കേട്ടിട്ടില്ലേ ഈ വരികൾ? മഹാകവി KV സൈമൺ പണ്ട് എഴുതി വെച്ച വരികളാണ്. മുന്നിൽ ഒരു ചുവട് വയ്പാൻ മാത്രം സ്ഥലം ഞാൻ കാണുന്നു, അത് മതി, ബാക്കിയെല്ലാം ദൈവഹിതം. എങ്ങനെയാണോ അടുത്തേക്ക് വരിക,
ക്രിസ്ത്യാനിയുടെ കുഴപ്പം എന്തെന്നറിയാം? നമ്മൾ 4 നേരം പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നോമ്പ്, ഒരു കാര്യത്തിനും കുഴപ്പമില്ല, പദവിക്കും പാരമ്പര്യത്തിനും കുഴപ്പമില്ല, നമുക്ക് ആന്തരിക സൗഖ്യമില്ല. നമ്മുടെ ചിരി കളഞ്ഞുപോയി. നാം കണ്ടുമുട്ടുന്ന വഴികളിൽ ആരും ചിരിക്കുന്നില്ല. നമ്മുടെ കുഴപ്പമെന്ന് പറയുന്നത് ഗലീല തടാകത്തിലെ പടകിന്റെ കുഴപ്പം. എന്താ ഗലീല തടാകത്തിലെ പടകിന്റെ കുഴപ്പം? യേശു ഉണ്ടായിരുന്നു, എന്നിട്ടും ആ പടക് ആടി ഉലഞ്ഞു. എന്തുകൊണ്ട്? നിങ്ങൾ ഉത്തരം തരണം. എന്തുകൊണ്ട്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഒറ്റ കാരണം ഇതാണ്: കർത്താവ് ഉണ്ടായിരുന്നു, യേശു അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ മാമോദീസായിലൂടെ കിട്ടിയിട്ടുണ്ട്, പരിശുദ്ധ കുർബാനയിലൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ എല്ലാം ഉണ്ട്, ഉറങ്ങുക. സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ ക്രൈസിസ്. ഉറങ്ങുന്ന തമ്പുരാനാ നമ്മുടെ പ്രശ്നം. അതിന് ഞാനൊരു പ്രതീക്ഷ കൂടെ പറയാം. അറ്റ് ദ സെയിം ടൈം, സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി. ഒരു കർത്താവ് ഉണ്ട് നിനക്ക്, നീ ഉണർത്തുമോ? ഗലീല തടാകത്തിലെ പടക് പോലെയാ നിന്റെ വീട് പൊക്കോണ്ടിരിക്കുന്നത്, എന്റെ ഭവനം പൊക്കോണ്ടിരിക്കുന്നത്, എന്റെ ശുശ്രൂഷ പൊക്കോണ്ടിരിക്കുന്നത്. ഉണ്ട്. പക്ഷേ സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് യുവർ ഇന്നർ ക്രൈസിസ്. കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ട്. നമുക്ക് ക്രിസ്ത്യൻ പ്രിവിലേജസ് എല്ലാം ഉണ്ട്. പക്ഷേ അത് കാനോനിക്കൽ പ്രിവിലേജസ് മാത്രമാണോ? അതിനപ്പുറം ഉണരുന്നൊരു തമ്പുരാന്റെ ആത്മപ്രകാശം, നക്ഷത്ര ശോഭ, അതുണ്ടോ? മനുഷ്യനിന്ന് പെട്ടെന്ന് വീണുപോവുക, ആത്മഹത്യ ചെയ്യുക, പെട്ടെന്ന് വിഷാദത്തിലേക്ക് പോവുക. പണ്ട് കുറച്ചു മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യൻ, പണ്ടാണ്, അധികം ഉയരമില്ല, ലണ്ടനിലെ ഏറ്റവും പ്രശസ്തമായ ഒരു മനഃശാസ്ത്രജ്ഞന്റെ അടുത്ത് ചെന്നു. മണിക്കൂറുകൾ തന്റെ സങ്കടം പങ്കുവച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം ഈ ഡോക്ടർ കൂടെ സങ്കടമായി ഇയാളെ കുറിച്ച് കേട്ടിട്ട്. ഡോക്ടർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതൊന്നും ഈ പുള്ളി കേൾക്കുന്നില്ല, കൗൺസിലിംഗ് അങ്ങോട്ട് കേൾക്കുന്നില്ല. എല്ലാം കുറെ കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത ഒരു തിയേറ്ററിൽ ചാർലി ചാപ്ലിന്റെ ഒരു സിനിമ കളിക്കുന്നുണ്ട്, ഫുൾ ടൈം കോമഡിയാണ്, ഒന്ന് പോയി കാണാം. അപ്പൊ ഈ പുള്ളി പറഞ്ഞു, അതുകൊണ്ടും കാര്യമില്ല. അല്ല, നല്ല സിനിമയാ, കണ്ടതാണോ? അതുകൊണ്ടും കാര്യമില്ല. ഞാനാണ് ആ മനുഷ്യൻ. ഇത് ചരിത്രം എഴുതിയിട്ടുള്ളതാ. ഞാനാണ് ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ ഈ പുറത്തു കാണിക്കുന്ന അഭ്യാസങ്ങളൊന്നും നമ്മുടെ ആന്തരിക ജീവിതത്തെ സഹായിക്കുന്നില്ല. എൻ്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ സംഭവം. അദ്ദേഹം എന്നിട്ട് എഴുതുന്നുണ്ട്, 5-ാമത്തെ വയസ്സിൽ ഭ്രാന്തിയായ സ്വന്തം അമ്മ, ആ അമ്മയെ അനുകരിച്ചാണ് അദ്ദേഹം ആദ്യം വേദിയിൽ കയറുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതേ അനുഭവങ്ങൾ തന്നെയാണ് ജീവിതത്തെ നേരിടാൻ എനിക്ക് കരുത്തു തന്നത്. പ്രിയപ്പെട്ടവരെ, വലിയ മനുഷ്യരൊക്കെ ആത്മഹത്യ ചെയ്തു. ഏണസ്റ്റ് ഹെമിംഗ്വേ ഏറ്റവും വലിയ മോട്ടിവേഷണൽ ബുക്ക് എഴുതിയ ആളാ. കിഴവനും കടലും ഒക്കെ ലോകത്തെ ഏതൊരു കൊച്ചുകുട്ടിയെയും പ്രചോദിപ്പിക്കും. ഹിറ്റ്ലർ, ക്ലിയോപാട്ര, വിൻസെന്റ് വാൻ ഗോഗ്, ഒത്തിരി മനുഷ്യർ, മാർക്ക് ആന്റണി, എത്രയോ വലിയ മനുഷ്യർ. എന്തിന് നമ്മുടെ നാട്ടിൽ പ്രണയത്തെക്കുറിച്ച് മാത്രം കവിത എഴുതിയ ഇടപ്പള്ളി രാഘവൻ പിള്ള രാത്രി 1 മണിക്ക് കൃത്യമായി കുളിച്ച് വെള്ളയിട്ട് കഴുത്തിലൊരു വലിയ പൂമാല അണിഞ്ഞ് തൂങ്ങി മരിച്ചു. തൊട്ടു മുമ്പ് അവസാനമായി മുമ്പിലെ പേപ്പറിൽ എഴുതി വെച്ചു, എനിക്ക് പാട്ട് പാടുവാൻ ആഗ്രഹമുണ്ട്, എന്റെ മുരളി തകർന്നുപോയി. ലോകത്തിന്റെ വലിയ മനുഷ്യരൊക്കെ വീണു പോവുക. കാരണം എന്താ? നേട്ടങ്ങളുണ്ട്, നേട്ടങ്ങളുടെ കൊടുമുടിയേറുന്നുണ്ട്. ലാക്ക് ഓഫ് ഇന്നർ ഹീലിംഗ്, ആന്തരിക സൗഖ്യം. ഇവിടെ ഇരിക്കുമ്പോ തന്നെ, എന്നെ ഇപ്പോൾ നിങ്ങളുടെ ചെറിയ സ്ക്രീനിൽ കേൾക്കുമ്പോ തന്നെ ഒരു കുറവ്, എല്ലാം ഉണ്ട്. ഈ രാത്രി വേണ്ടുവോളം അത്താഴമുണ്ട്. ഈ രാത്രി
നമുക്ക് വിളമ്പിത്തരാൻ ആളുണ്ട്, ഉറങ്ങാൻ മെത്തയുണ്ട്, ഉണരുമ്പോൾ ചെയ്യാനും പലതുണ്ട്. പക്ഷെ എന്തോ ഒരു ഉൾപ്രകാശത്തിന്റെ കുറവ്. അവിടെയാണ് 33-ാമത്തെ വയസ്സിൽ എന്റെ പൊന്നു തമ്പുരാൻ പറഞ്ഞത്, എതലസ്ഥായി, നിവൃത്തിയായി, നിവൃത്തിയായി. യേശുക്രിസ്തു അനുഭവിച്ച ആന്തരിക സൗഖ്യം നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ നിവൃത്തിയായി എന്ന് പറഞ്ഞു പോവുമോ? ഇല്ല. 99 കഴിഞ്ഞാലും ഓരോ ഓണം കൂടെ ഉണ്ടിട്ട് പോകണമെന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നതാണ്. ഓണം എത്ര ഉണ്ടാലും നമ്മുടെ മോഹം, കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല, ഓമനെ അടങ്ങുകില്ല. 33 വയസ്സിൽ നിവൃത്തിയായി. അതിന് പറയുന്നൊരു കാര്യമുണ്ട്, കഠോപനിഷത്ത് പറയും, ഈ പ്രവൃത്തി എന്നുള്ളത് ഭോഗമാണ്. ഭോഗം, ജീവിതത്തിന്റെ കർമ്മം. നമ്മളൊക്കെ ഈ കർമ്മത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. നിവൃത്തി എന്ന് പറയുന്നൊരു യോഗമാണ്. പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് കയറുക. ലോകത്തത് പറ്റത്തില്ല പല മനുഷ്യർക്കും. യേശു കർത്താവ് 33-ാമത്തെ വയസ്സിൽ കഠോപനിഷത്തിന്റെ ഭാഷ പറഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഭോഗത്തിൽ നിന്ന് യോഗത്തിലെത്തി കടന്നുപോയി. മനസ്സിലാകുന്നില്ല? അതാണ് ആത്മയോഗം എന്ന് വേണേ പറയാം. നമ്മളൊക്കെ ഇങ്ങനെ കർമ്മങ്ങളിൽ മരിക്കുക. നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സ്വസ്ഥതയില്ലാതെ കടന്നു പോകും. ആന്തരിക സൗഖ്യം എന്ന് പറയുന്ന വാക്ക് നമുക്ക് അന്യമാകും. പരിശുദ്ധ അമ്മ പറഞ്ഞെന്താ? എന്റെ ഉള്ളം, ചങ്കിലിങ്ങനെ വാള് കയറുക, എന്റെ ഉള്ളം എന്റെ രക്ഷകനിൽ ആനന്ദിക്കുന്നു. എന്റെ ഉള്ളം, അതാണ് ആന്തരിക സൗഖ്യം. ഈ കാലഘട്ടം പരിഹാസങ്ങളുടെ സൈബർ ലോകമാണ്. രാത്രിയിലൊക്കെ നമുക്ക് 8 മണി കഴിഞ്ഞാലൊക്കെ പല വീടുകളിലും കാണുക പൊളിറ്റിക്സ്, വക്രദൃഷ്ടി പോലുള്ള കാര്യങ്ങളാണ്, ട്രോളുകളാണ്. എത്ര ഉന്നതനായ രാഷ്ട്രീയക്കാരെയും മതാചാര്യന്മാരെയും ലോകത്തിന്റെ വലിയ മനുഷ്യരെയും ഒക്കെ ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു ചെറിയ വേഷം കെട്ടി ഒരു ക്യാമറയുടെ മുന്നിൽ നിന്ന് ചുമ്മാ പരിഹസിക്കാം. ചെറിയ കാര്യങ്ങൾ അടർത്തിയെടുത്ത് പരിഹസിക്കാം. അതിനുള്ള ലൈസൻസ് ഉണ്ട്. അത് മാധ്യമധർമ്മമാണെന്ന് പറയും. അത് വലിയ സ്ക്രീനിൽ നിന്ന് താഴേക്കിറങ്ങി ഒരു ചെറിയ ചാനലും അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിന്റെ, യൂട്യൂബിന്റെ, ഒരു മൊബൈലിന്റെ സാധ്യതയും ഉണ്ടെങ്കിൽ ഏത് വമ്പനെയും കണ്ണീര് കുടിപ്പിക്കാം. ട്രോൾ മഴകൾ കൊണ്ട്, പരിഹാസങ്ങളുടെ വക്രമുനകൾ കൊണ്ട്. ഇത് പരിഹാസങ്ങളുടെ സൈബർ ലോകമാണ്. അത് കൂടി വരുന്നു, അനുഭവിക്കുന്നു മനുഷ്യൻ. ഒത്തിരി ജീവിതങ്ങൾ. അവിടെയാണ് ദാവീദിലേക്ക് നോക്കുമോ, നുണ, നുണ സത്യത്തെക്കാൾ എളുപ്പം വിറ്റുപോകുന്ന അങ്ങാടിയാണ് സോഷ്യൽ മീഡിയ. നുണ സത്യത്തെക്കാൾ എളുപ്പം വിറ്റുപോകുന്ന അങ്ങാടിയാണ് എന്ത്? സോഷ്യൽ മീഡിയ. മനുഷ്യ വ്യക്തിത്വങ്ങളിൽ കഠാരയേക്കാൾ മൂർച്ചയുള്ള പരിഹാസങ്ങൾ കൊണ്ട് മുറിവുണ്ടാക്കുന്നവർ നമുക്ക് ചുറ്റും കസേരയിട്ടിരിക്കുമ്പോ, സഭയായാലും വ്യക്തി ജീവിതങ്ങളെ ആയാലും, ഉരുകുന്ന ജീവിതങ്ങൾ. ക്രൂശിലേക്ക് നോക്ക്, അപ്പന് വിളികെട്ട് തുടങ്ങി, അപ്പന് വിളികെട്ട് നിർത്തി. കടന്നു പോകുന്നവർ തലകുലുക്കി നിന്ദിച്ചു. ഒരു കാര്യം സത്യല്ലേ, സങ്കടങ്ങളുടെ മുഖത്ത് ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാ. അല്ലാത്തപ്പോഴൊക്കെ നമുക്ക് കമ്പനിയും ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷെ സങ്കടങ്ങളുടെ മുഖത്ത്, അത് കുടുംബത്തിലായാലും പുറത്തായാലും, ഈ ലോകത്തെ എല്ലാ മനുഷ്യരും ഒറ്റയ്ക്കാ. ബിഫോർ പെയിൻ എവരി വൺ ഈസ് എ ലോൺ ക്രിയേച്ചർ. വേദനകളുടെ മുഖത്ത് അത് കർത്താവ് നന്നായി അനുഭവിച്ചു. അതുകൊണ്ടാണ് ഒരു പുസ്തകവും ഒരു വാക്യവും വായിച്ചില്ലെങ്കിലും വേദപുസ്തകത്തിന്റെ ഏറ്റവും നടുവിലത്തെ വാക്യം ഏതാ? മിഡിൽ വേഴ്സ് ഇൻ ദ ബൈബിൾ, കോർ ഓഫ് ദ ബൈബിൾ. 118-ാം സങ്കീർത്തനം 8-ാം വാക്യം. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. തമ്പുരാൻ നന്നായി അനുഭവിച്ചു. എന്റെ സഹായം മനുഷ്യനിൽ നിന്നല്ല. ഹ്യൂമൻ ഫ്രെയിം ഈസ് വീക്ക്. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഒറ്റ മാർഗമേ ഉള്ളൂ ആന്തരിക സൗഖ്യത്തിൽ. എന്നെ കുരിശോളം
വലുതാക്കണേ. നമ്മുടെ പ്രശ്നം എന്താ? വേട്ടക്കാരനോടൊപ്പം സഞ്ചരിക്കുകയും ഇരയോടൊപ്പം സഹതപിക്കുകയും ചെയ്യുന്ന ശുദ്ധ പൊള്ളത്തരമാണ് നമുക്കുള്ളത്. മനുഷ്യന്റെ പ്രത്യേകത അതാ. വേട്ടക്കാരനോടൊപ്പം സഞ്ചരിക്കുകയും ഇരയോടൊപ്പം സഹതപിക്കുകയും ചെയ്യും ഒരേ സമയം. അതാണ് നമ്മുടെ പ്രശ്നം. നമുക്കെല്ലാവരും വേണം. ഒരാളെ നമുക്ക് കളയാനൊക്കത്തില്ല. അതുകൊണ്ട് നീ മുറിവേറ്റാലും നീ വേദനയേറ്റാലും ഞാൻ നിന്റെ കൂടെ നിൽക്കും. അവിടെയുണ്ട്. രാമനോടൊപ്പം നിൽക്കുകയും രാവണനോടൊപ്പം നിലപാടെടുക്കുകയും ചെയ്യും. ക്രിസ്തുവിനോടൊപ്പം നിൽക്കുകയും പിലാത്തോസിനോടൊപ്പം വിധി പറയുകയും ചെയ്യും. ഇതാണ് പച്ചയായ മനുഷ്യൻ. ആന്തരിക സൗഖ്യത്തിന്റെ അഭാവത്തിൽ വിഷാദത്തിലേക്ക് വീണുപോകുന്ന ജീവിതങ്ങളോട് ദാവീദ് ഒന്നാമതായി പറയുന്നു, ആന്തരിക സൗഖ്യം കൊണ്ട് ഞാൻ എൻ്റെ പരിഹാസത്തെ ജയിച്ച് ഞാൻ ചിറകില്ലാത്ത മാലാഖയായി. ആയുർവേദത്തിലെ പ്രാമാണിക ഗ്രന്ഥമായ ചരകസംഹിതയിൽ ഒരു ശ്ലോകമുണ്ട്. മനശരീരയോ താപം അന്യോന്യം അനുവർജയത് ആധാര ആധേയ ഭാവേന തപ്താജ്യേ ഘടിയോരിവ എന്ന് പറഞ്ഞാൽ, സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും. ഇന്ന് 27 കൂട്ടം അസുഖങ്ങളെങ്കിലും ആദ്യമൂത്ത് വ്യാധിയാകുക. ഡോക്ടറുടെ അടുത്ത് പോയാൽ പലപ്പോഴും ഒരു കുഴപ്പമില്ല, നമുക്കൊട്ട് എഴുന്നേറ്റ് നടക്കാനും വയ്യ. പരിശോധിച്ചാൽ ഒരു കുഴപ്പവും ഇല്ല. സെർവിക്കൽ സ്പോണ്ടിലോസിസ്, അൾസർ, അർശസ്, മൈഗ്രെയിൻ തുടങ്ങിയ ഒത്തിരി സാധനം ആദ്യമൂത്ത് വ്യാധിയാകുക. ശരീരം ഒരു കുടവും മനസ്സ് നെയ്യുമാണ്. ചൂടുള്ള നെയ്യ് കുടത്തിലേക്ക് ഒഴിച്ചാൽ കുടം ചൂടാവും. അല്ലെങ്കിൽ ചൂടുള്ള കുടത്തിൽ നെയ്യ് ഒഴിച്ചാൽ നെയ്യ് ചൂടാവും. ഇതാണ് ആധിവ്യാധിയെക്കുറിച്ച് ചരകസംഹിത പറയുക. ആധിവ്യാധികൾ, നമ്മുടെ ആധി വർദ്ധിക്കുന്നു ആന്തരിക സൗഖ്യമില്ലാതെ. അരിമ്പാറ മുതൽ ആമാശയത്തിലെ അമ്ലാധിക്യം വരെ ഇന്ന് സൈക്കോസൊമാറ്റിക്കാന്ന് പറയും. ഇന്ത്യയിൽ ഓരോ 15 മിനിറ്റിലും 3 പേർ സൂയിസൈഡ് ചെയ്യുന്നുണ്ടെന്ന്. ഓരോ 15 മിനിറ്റിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മീറ്റിംഗ് തുടങ്ങി അവസാനിക്കുന്നതിന് മുമ്പ് ഒരു 10-18 പേര് ഭാരതത്തിന്റെ ഏതെങ്കിലുമൊക്കെ കോണിൽ ആത്മഹത്യ ചെയ്യുന്നു. എന്തുകൊണ്ട് മതങ്ങൾ നമ്മെ സഹായിക്കുന്നില്ല? എന്തുകൊണ്ട് ആത്മഹത്യ നമ്മെ എന്തുകൊണ്ട് ആത്മീയത നമ്മെ സഹായിക്കുന്നില്ല? ചിലതൊക്കെ ചുമ്മാ വിട്ടുകളയാൻ പറ്റുമോ? ഞാൻ ഈ ചിന്തകളിലേക്ക് വളരെ വേഗം മുന്നോട്ട് പൊക്കട്ടെ. ചിലതൊക്കെ നമുക്ക് ചുമ്മാ വിട്ടുകളയാൻ പറ്റുമോ? 2 കൂട്ടുകാരുടെ കഥ കേട്ടിട്ടില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 2 കൂട്ടുകാർ യാത്ര പോയ കഥ. വഴിയിൽ വെച്ചിട്ട് അവരിൽ ഒരാളെ തല്ലി, നന്നായി തല്ലി. തല്ലുകൊണ്ടയാൾക്ക് വേദനിച്ചു. പക്ഷെ വേദനയേറ്റയാൾ ദാവീദിനെ പോലെ ഒന്നും മിണ്ടിയില്ല, തിരിച്ചൊന്നും ചെയ്തില്ല. എന്നിട്ട് അയാൾ അവിടെ ഇരുന്നു. തല്ലുകൊണ്ടയാൾ കാൽച്ചുവട്ടിലെ മണ്ണിൽ ഇങ്ങനെ എഴുതിയിട്ടു, എന്റെ ചങ്ങാതി എന്നെ വേദനിപ്പിച്ചു. വീണ്ടും മുന്നോട്ട് പോയി. അവർ തമ്മിലുള്ള വഴക്ക്, രണ്ടുപേരും മിണ്ടുന്നില്ല. അവരുടെ പുഴ കടക്കുന്നു 1-2 മണിക്കൂറിന് ശേഷം. വഴക്കൊന്ന് തണുത്തിട്ടുണ്ട് കേട്ടോ, അടികൊണ്ടയാളും അടി കൊടുത്തയാളും. പുഴ കടക്കുമ്പോൾ ഒരു പാറക്കെട്ടിൽ ഈ അടികൊണ്ടയാൾ വഴുതി വീഴാൻ തുടങ്ങുന്നു. അപ്പോ പെട്ടെന്ന് അടിച്ചയാൾ പെട്ടെന്ന് താങ്ങിപ്പിടിച്ചു. പെട്ടെന്ന് ഈ അടികൊണ്ടൻ വീഴാൻ തുടങ്ങിയപ്പോ 1-2 മണിക്കൂറിന് മുമ്പാണ് അടി നടന്നത്. താങ്ങിപ്പിടിച്ചു. ഒരു ചെറിയ ചിരി അവർ തമ്മിലുണ്ടായി. അവിടെ ഈ മനുഷ്യൻ ഇരുന്ന് കയ്യിലെ ഭാണ്ഡം തുറന്ന് ഒരു ചെറിയ ഉളിയെടുത്ത് ഈ പാറയിൽ എഴുതി വെച്ചു, കൊത്തിവെച്ചു, ഇവിടെ വെച്ച് എന്റെ ചങ്ങാതി എന്നെ താങ്ങിപ്പിടിച്ചു. ഇതൊരു കഥയാണ്. 2 കൂട്ടുകാർ യാത്ര പോയ കഥയാണ്. എന്താണ് ഈ കഥയുടെ അർത്ഥം? മനുഷ്യൻ നൽകിയ സങ്കടങ്ങൾ മണ്ണിലേ എഴുതാവൂ. ദാവീദ് അങ്ങനെ നിൽക്കുക. അവൻ ശപിച്ചോട്ടെന്നേ, അവൻ പറഞ്ഞോട്ടെന്നേ, അവൻ മണ്ണ് വാരി എറിഞ്ഞോട്ടെന്നേ, മിണ്ടണ്ട. മനുഷ്യൻ നൽകിയ സങ്കടങ്ങൾ മണ്ണിലേ എഴുതാവൂ. അടുത്ത കാറ്റത്ത്
അടുത്ത സ്നേഹത്തിന്റെ കാറ്റിൽ അത് മായണം. പക്ഷെ നമ്മളോ ജീവപര്യന്തം തടവ് പോലും 14 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഇറക്കി വിടും. നമ്മൾ ചിലപ്പോൾ ഒരു ആഞ്ഞിലിയുടെ വേരിന് റബ്ബറിന്റെ ഇലയ്ക്ക് ഉടപ്പിറന്നവര് തമ്മിൽ ഒരു ഗുസ്തി പിടിച്ചാൽ 20 വർഷമായിട്ടും വിടുകയല്ല, മരിച്ചാലും മറക്കുകയല്ല. കൊലപാതകം ചെയ്തവന് വിയൂരുന്ന പൂജപ്പരേന്ന് 14 വർഷം കഴിയുമ്പോൾ ചിലപ്പോ വിടും. നമ്മളോ സങ്കടങ്ങൾ മണ്ണിലെ എഴുതാവൂ, സ്നേഹത്തിന്റെ അടുത്ത കാറ്റിൽ അത് മാഞ്ഞു പോകണം. സ്നേഹത്തിന്റെ ഓർമ്മകളല്ലേ ജീവിതത്തിന്റെ പെട്രോൾ. നമ്മളൊക്കെ ജീവിക്കുന്നത് തന്നെ അതല്ലേ. ആരൊക്കെയോ സ്നേഹിച്ച സുഖമുള്ള ഓർമ്മകൾ. എന്നാൽ ചെയ്ത ചെറിയ നന്മകൾ കല്ലിൽ എഴുതി വെക്കണമെന്ന് മായരുത്. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിലെഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. എത്ര മനോഹരമായാണ്. സങ്കടങ്ങൾ മണ്ണിലെഴുതാം, മൗന ദുഃഖങ്ങളെ മണ്ണിൽ മാത്രം എഴുതാം, അനുഗ്രഹങ്ങൾ കല്ലിലെഴുതാം, മാഞ്ഞിടാതെ കല്ലിലെഴുതാം. അല്ലേ? എന്തിനാണ്? മുറിവുകൾ മാരകമാണെങ്കിലും അതിൻ ഓർമ്മകൾ മണ്ണിലെ എഴുതാവൂ നീ. എത്ര വലിയ മുറിവ്! ഒരുപാട് വേദനിപ്പിച്ചവരുണ്ട്, ഒരുപാട് സങ്കടപ്പെടുത്തിയവരുണ്ട്. എത്ര വലുതാണെങ്കിലും അത് മണ്ണിലെ എഴുതാവേ. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റുവീശിയാൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ കാറ്റുവീശിയാൽ മണ്ണെഴുത്തു മാഞ്ഞു പോകും. ഓ, പിന്നെ നീ അതോർക്കുകയില്ല. ഈ പാട്ടെഴുതിയ പാട്ടുകാരന് ഞാൻ പ്രണാമം അർപ്പിക്കുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റ് വീശിയാൽ മറക്കുമോ? ദാവീദ് നിൽക്കുക. അനുഗ്രഹമേറ്റവും ചെറുതാകിലും അതിൻ ഓർമ്മകൾ കല്ലിലെ എഴുതാവൂ നീ. എത്ര ചെറിയ നന്മകൾ! സങ്കടങ്ങൾ വൻതിരയായി വന്നു ചേരിലും സർവശക്തിയും തകർന്ന് വീണുപോകിലും കല്ലെഴുത്തു ശക്തി നൽകിടും. ഓ, ആത്മസാക്ഷ്യമായി മാറിടും. സങ്കടങ്ങൾ മണ്ണിലെഴുതാം. ദാവീദിതാ ആ പെരുവഴിയിൽ തന്റെ ജീവിതത്തിന്റെ നേർക്ക് വന്ന അന്യായമായ പരിഹാസങ്ങളെ, ശാപങ്ങളെ മണ്ണിലെഴുതിയില്ലേ? ദൈവത്തിന്റെ സ്നേഹത്തിന്റെ കാറ്റുവീശിയാൽ. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിത പുസ്തകം. നമ്മളൊക്കെ ജീവിത പുസ്തകം ശരിയാക്കാതെ ജീവപുസ്തകം നേരെയാക്കാൻ നടക്കുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ ജീവിത പുസ്തകമോ? അതൊരു ചോദ്യമാണ്. ജീവന്റെ പുസ്തകമോ? പഴയ നിയമത്തിൽ ജോസഫ് എല്ലാം മറന്നു. തന്നെ വിറ്റ സഹോദരന്മാർ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അത്ര കൂളായിട്ട്, നിങ്ങൾ എന്നെ വിറ്റതല്ല, ദൈവം എന്നെ അയച്ചതാണ്. ജോസഫ് ഒരു വേള ചിറകില്ലാത്ത മാലാഖയായി മാറിയില്ലേ? എത്ര ഭംഗിയായാണ്! അതുകൊണ്ട് ദാവീദ് പഠിപ്പിക്കുക, ആന്തരിക സൗഖ്യം കൊണ്ട് പരിഹാസങ്ങളെ നേരിടും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ ജീവിതങ്ങൾ ഉരുകുന്നുണ്ടെങ്കിൽ, ഒന്ന് പ്രതികരിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന്റെ പല അനുഭവങ്ങളോടും നോക്കൂ, നിങ്ങളുടെ വേദപുസ്തകം തുറക്കൂ. താങ്കൾ 2 ശമൂവേൽ 16 ഒന്ന് മനസ്സിരുത്തി, ഒന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ചുമ്മാ വായിക്കൂ. എത്ര ഭംഗിയാണ് ദാവീദ് ലീവ് ചെയ്തു പോകുന്നത്. മനുഷ്യന്റെ ശ്രേഷ്ഠതയെ ഹനിക്കുന്നതിനേക്കാൾ വലുതായി എന്ത് തെറ്റാണുള്ളത്? നമുക്ക് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം വായിക്കുമ്പോഴേ, ഈ ചാട്ടവാറുകൊണ്ട് അടിച്ചു, മുൾക്കിരീടം ധരിപ്പിച്ചു എന്നൊന്ന് വായിക്കുന്നതിനേക്കാൾ നമുക്ക് എന്തോ ഒരു സങ്കടം കൂടുതലുണ്ട് മുഖത്ത് തുപ്പി എന്ന് വായിക്കുമ്പോ.
മുഖത്ത് തുപ്പിയെന്ന് വായിക്കുമ്പോ അതിന്റെ അർത്ഥം എന്താ? നീ വെറും കീടം, നീ വെറും കീടം. ഈ തുപ്പലേറ്റ മുഖം, ആ മുഖത്ത് നിന്നാണ് ഈ മധുരമൊഴി മണ്ണിന് വീണ് കെട്ടിയത്. ഇവർ ചെയ്യുന്നതെന്തെന്ന് അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഞാൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് പോകാം. ആന്തരിക സൗഖ്യത്തിന്റെ ഹിമാലയൻ പർവ്വതം കുരിശിൽ കണ്ടുവോ? നമ്മുടെ പ്രശ്നമോ സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ആണ്. പടക് ശാന്തമാണ്, പക്ഷെ ഉറങ്ങുകയാണ് തമ്പുരാൻ. ഉണരുമോ? ഉണർത്തുമോ? അറ്റ് ദ സെയിം ടൈം സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി. ആന്തരിക സൗഖ്യത്തിന്റെ കുലപർവം. 2, ദാവീദിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഈ വേദഭാഗത്ത് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ, 1, ആന്തരിക സൗഖ്യം കൊണ്ട് പരിഹാസങ്ങളെ നേരിട്ടു, പുറം പ്രതികരണങ്ങൾ കൊണ്ടല്ല. 2, സകലതിലും പിൻപിൽ ദൈവനിശ്ചയം കണ്ടു എന്നുള്ളതാണ്. സകലതിലും പിൻപിൽ ദൈവനിശ്ചയം കണ്ടു. 10ാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കണം സ്നേഹിതരെ. 16ന്റെ 10ാം വാക്യത്തിൽ ഇങ്ങനെയാണ് ദാവീദ് പറയുന്നുണ്ട്, അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്ക എന്ന് ദൈവം അവനോട് കൽപ്പിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ഒരു നന്മ വരുമ്പോ ലോട്ടറി അടിക്കുമ്പോൾ പറയും, ഓ ദൈവത്തിന്റെ നിശ്ചയം. ക്യാൻസർ വരുമ്പോ പറയാൻ പറ്റുമോ? ജീവിതത്തിന്റെ വേദന വരുമ്പോ പറയാൻ പറ്റുമോ ദൈവനിശ്ചയമെന്ന്? ദാവീദ് പറഞ്ഞു, അവൻ ശപിക്കട്ടെ. നമ്മളെ ഒരാളെ ചീത്ത വിളിക്കുമ്പോ വിളിച്ചോട്ടെന്നേ, ദൈവനിശ്ചയം. അവിടെ എൻ്റെ ഈ കറുത്ത 6 മുഴം ചേല തോറ്റുപോകും. ദൈവനിശ്ചയം. നിന്ദനങ്ങൾക്ക് പിന്നിലും ഒരു ദൈവനിശ്ചയമുണ്ടെന്ന് പറയാൻ പഠിപ്പിക്കുന്ന പുസ്തകം ഞാനൊന്ന് ഉയർത്തിപ്പിടിച്ചോട്ടെ. നിന്ദനങ്ങൾക്ക് പിൻപിലും ദൈവനിശ്ചയമുണ്ടെന്ന് പറയാൻ പഠിപ്പിക്കുന്ന പുസ്തകം ഞാനൊന്ന് ഉയർത്തിപ്പിടിച്ചോട്ടെ. അവൻ ശപിക്കട്ടെ, ദൈവം. ജോസഫ് പറയുന്നു, ദൈവം എന്നെ അയച്ചതാണ്. എന്തിനേറെ പറയുന്നു, ഈ പുസ്തകം തുറന്ന് ആദ്യത്തെ പേജ്, ഉൽപ്പത്തി 1, നല്ലത് നല്ലത്. Let there be the light. വെളിച്ചം ഉണ്ടാകട്ടെ. 6 തവണയാണ് നല്ലത്. പിന്നെ ഇതിങ്ങനെ അടച്ചു വെച്ചാലും വേണ്ടില്ല. എല്ലാത്തിനെയും നോക്കി ഒന്ന് ബ്ലസ് ചെയ്യുക. നല്ലത്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. സംഭവാമി യുഗയുഗേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യത്തെ പേജ് മാത്രം എല്ലാത്തിനെയും നോക്കി ഇങ്ങനെ പറ്റുമോ? എന്റെ വേദനയെ നോക്കി, എനിക്ക് നേർന്നു വന്ന ട്രോളിനെ നോക്കി, എനിക്ക് നേരെ വന്ന പരിഹാസത്തിനെ നോക്കി, എനിക്ക് നേരെ വന്ന സങ്കടത്തെ നോക്കി. ഉൽപ്പത്തിയിലെ ദൈവഭാവം ആദ്യ പേജ് നല്ലത്. ടാഗോർ ഗീതാഞ്ജലിയിൽ പാടുന്നുണ്ട്, വെറുതെ പാടിയതല്ല. ഒത്തിരി വേദനകൾ വന്ന രവീന്ദ്രനാഥ ടാഗോർ പാടിയതാണ്. എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. എത്ര വിചിത്രമാം രൂപത്തിൽ ദൈവത്തിന്റെ ഇഷ്ടം ഒരാളിൽ വരിക ചില വിചിത്രമായ രൂപത്തിലുമാണോ? അദ്ദേഹം എഴുതി, എത്ര വിചിത്രമാം രൂപത്തിൽ നിന്നിച്ഛയൻ ജീവിതത്തിൽ അലയടിപ്പൂ. ദാവീദിനെ കുറിച്ചും അതാണ്, വിചിത്രമായ രൂപമാണ്, പലതും വന്നു ചേർന്നത്. വള്ളത്തോൾ നാരായണമേനോൻ പ്രഭാതഗീതത്തിൽ എഴുതി, ഇപ്പടി 100,000 ഹർമ്മ്യങ്ങൾ എപ്പോഴും പുത്തനായി വെച്ചുപോറ്റി, ഒപ്പം അതുകളിലൊക്കെ വിളയാടും അപ്പരാശക്തിക്ക് കൂപ്പുക നാം. ഇങ്ങനെ കൈകൂപ്പി നിന്നേ. ജീവിതത്തിന് നേരെ പലതും വന്നേക്കാം. എനിക്കത് പറയുമെങ്കിലും എനിക്ക് പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ തോറ്റുപോകുന്നുണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തോറ്റുപോകുന്നുണ്ട്. അവിടെയൊന്നും നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ സഹായിക്കുന്നില്ല. ജീവിതത്തിൽ ഇങ്ങനെ പലതും ഇങ്ങനെ മാറി മാറി ECG ഗ്രാഫിലെ മോണിറ്ററിലെ ഗ്രാഫ് പോലെ ഏറ്റക്കുറച്ചിലുകൾ, സങ്കട സന്തോഷങ്ങൾ ഇങ്ങനെ ഏറിയും കുറഞ്ഞു വരുമ്പോ അപ്പരാശക്തിക്ക് കൂപ്പുക നാം എന്ന് പറഞ്ഞ് പറ്റുമോ? നമ്മെക്കുറിച്ച് എല്ലാറ്റിലും ഒരു ദൈവനിശ്ചയം ഉണ്ടാകും, അല്ലേ?
വിശുദ്ധ ലൂക്കോസ് 4-ാം അധ്യായത്തിൽ ഒരു മനോഹര വാക്യമുണ്ട്. യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്ന് സുനഗോഗിൽ വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. നസറേത്ത് മാനിഫെസ്റ്റോ തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാകണം. എന്തെന്നറിയാം? യേശു തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. നാം നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇതിനകത്തുണ്ട്. വായിക്കുമോ? അതാണ് ചോദ്യം. നമ്മളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലുണ്ട്. വായിക്കുമോ? യേശു തന്നെ കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചു. ചില വചനങ്ങൾ, ചില വചന വ്യാഖ്യാനങ്ങൾ, ചില പ്രസംഗങ്ങൾ, ചില ചിന്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, ദൈവം ഇതെന്നെ കുറിച്ചാ, നമ്മെ കുറിച്ച് ഇതിൽ എഴുതിയിട്ടുണ്ട്. വായിക്കുമോ? ദാവീദ് 8-ാമത്തെ പുത്രനാ യിശായിയുടെ വീട്ടിൽ. വാഴിക്കാൻ രാജാവിനെ അന്വേഷിച്ച് വന്നപ്പോ 8-ാമത്തവൻ ആ വീട്ടിലെ അപ്പന്റെ ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു. 7 വിളിച്ച് മുന്നിൽ നിർത്തി ഓരോരുത്തരിലെ സൗന്ദര്യ മത്സരത്തിന് വരുന്നത് പോലെ എന്താ അമീനാദാബും ഷമ്മയും ഒക്കെ ഓരോ മക്കളും ഇങ്ങനെ വന്ന് മുന്നിൽ നിന്നു. ഇവനല്ല, പോട്ടെ, അടുത്തൊരു വരട്ടെ. 7 ഇങ്ങനെ ജാഥ പോലെ വന്നു. 8-ാമത്തവനോട് കിളുന്ത് പയ്യൻ, അപ്പൻ യിശായിയുടെ ലിസ്റ്റിൽ പോലും ഇല്ല. രാജ്യത്തെ രാജാവാകാൻ അഭിഷേകത്തിനോ ആ കൊച്ചിറക്കനോ. പക്ഷേ ഈ 8-ാമത്തെ പുത്രന്റെ കൊട്ടാര പ്രവേശത്തിന് പിൻപിൽ പേട്ടുപയ്യനെന്ന് വീട്ടുകാർ പോലും പൊട്ടത്തരം പറഞ്ഞപ്പോൾ വിട്ടുകളയാതെ രാജ്യത്വത്തിന്റെ പട്ട് പുതപ്പിച്ച പട്ടാങ്ങപ്പെട്ട ഒരു ദൈവമുണ്ട്. വീട്ടുകാർ പോലും പേട്ടുപയ്യൻ ഇവനെയോ എന്ന് ചിന്തിച്ചപ്പോ രാജ്യത്വത്തിന്റെ പട്ട് പുതപ്പിച്ച് വിട്ടുകളയാതെ ചേർത്ത് പിടിച്ച ഒരു വലിയ ദൈവം. മനുഷ്യൻ ലിസ്റ്റിൽപ്പെടുത്താത്തവനെ, സ്വന്തം വീട് പോലും ലിസ്റ്റിൽപ്പെടുത്താത്തവനെ ഒടേതമ്പുരാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചില്ലേ? നമ്മളെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. എല്ലാത്തിനു പിൻപിലും നമുക്ക് ഒരു ദൈവനിശ്ചയം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇന്നലകളെ നോക്കി പറയണം, ഇതായിരുന്നു ദൈവനിശ്ചയം. ഇപ്പോൾ താങ്കൾ കേൾക്കുന്ന സ്ഥലത്തിരുന്ന് പറയോ? അത് പക്ഷെ സങ്കടമാകാം, കണ്ണീരാകാം. ഇതായിരുന്നു ദൈവനിശ്ചയം. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അറിയോ? ഇതായിരുന്നല്ലോ എന്റെ വിധി എന്നാണ്. വിധി, ഫാറ്റലിസം. ഒരിക്കൽ പോലും നീ പറയല്ലേ. നമുക്ക് പറ്റിയ വാക്കല്ല വിധി. നമുക്ക് മറ്റൊരു വാക്ക് മാത്രം പറയാം, ഇതായിരുന്നു പദ്ധതി. ഇതായിരുന്നു പദ്ധതി. ഇന്നലകളെ നോക്കി പറയാനാകണം, ഇതായിരുന്നു പദ്ധതി. ഇന്നുകളെ നോക്കി പറയാൻ കഴിയണം, ഇതായിരിക്കും പദ്ധതി. ഇപ്പൊ അനുഭവിക്കുന്നതിനെ നോക്കി പറയണം, ഇതായിരിക്കും പദ്ധതി. യോഹന്നാന്റെ സുവിശേഷത്തില് 9-ാം അധ്യായത്തിൽ പിറവിക്കുരുടനെ നോക്കി ഒരു എക്സ്പെരിമെന്റൽ ഇൻസ്ട്രുമെന്റ് പോലെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, എന്നാ കാരണം ഇവൻ ഇങ്ങനെയായി പോകാൻ? ഇപ്പൊ പറയുന്നത് എന്താ? തമ്പുരാൻ, ദൈവപ്രവൃത്തി ഇവങ്കൽ വെളിവാകാനാ. എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. നിന്റെ നാശത്തിനല്ല കുഞ്ഞേ, നിന്റെ നാശത്തിനല്ല മക്കളെ. ഓർക്കുക, ദാവീദിന്റെ 2-ാമത്തെ പ്രത്യേകത 1, ആന്തരിക സൗഖ്യം കൊണ്ട് ജീവിത പരിഹാസങ്ങളെ നേരിട്ടു. 2, എല്ലാറ്റിനും മുൻപിൽ ദൈവനിശ്ചയം കണ്ടു. 9-10 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ് മരിച്ചപ്പോ, ഏക മകൻ മരിച്ചപ്പോ, അവന്റെ മൃതശരീരം വെള്ള പുതപ്പിച്ച്, പാമ്പ് കടിയേറ്റ് മരിച്ച കുഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ. അവന്റെ മൃതശരീരം വെള്ള പുതപ്പിച്ച് മുറ്റത്ത് കടത്തിയിരിക്കുന്നു പെട്ടിയിൽ. 10 വയസ്സുള്ള തന്റെ കുഞ്ഞിന്റെ ശരീരം, ചേതനയേറ്റ ശരീരം വെള്ളയിൽ പൊതിഞ്ഞ് മുറ്റത്തുനിന്ന് എടുക്കുമ്പോ ആ കൊച്ചിന്റെ അപ്പൻ ആ മുറ്റത്ത് നിന്ന് വലിയ വായിലെ ഒരു പാട്ട് പാടി. ജീവിതത്തിൽ അന്നോളം പാടിയിട്ടില്ലാത്ത ആ വലിയ പാട്ട്, ആ നിമിഷങ്ങളിൽ ദൈവം കൊടുത്ത പാട്ട്. ആ മനുഷ്യനെ നിങ്ങൾക്കറിയാം, ഒരു പഴയ മനുഷ്യനാണ്. അദ്ദേഹം പാടി, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിയിടണമേ. മോശവത്സലം ശാസ്ത്രികളാണത്. ഏക മകൻ മരണപ്പെട്ടപ്പോ
പറയുകയാണ്, നിന്റെ ഇഷ്ടം എന്റെ ഹിതം പോലെയല്ലേ എൻ പിതാവേ എൻ യഹോവേ. ഏതാണ് എവിടെ തമ്പുരാനേ നിന്റെ ഇഷ്ടം? എല്ലാം നല്ലതിന്, എല്ലാം നല്ലതിന്. 3, ജീവിതത്തിന്റെ ശാപങ്ങളോട് ശിമെയിയുടെ കണ്ണിൽ ചോരയില്ലാത്ത ശാപത്തോട് ദാവീദ് പ്രതികരിക്കുന്നു. ആന്തരിക സൗഖ്യം കൊണ്ട് പരിഹാസത്തെ നേരിട്ടു, എല്ലാത്തിനും മുൻപിൽ ദൈവനിശ്ചയം കണ്ടു. 3-ാം പ്രത്യേകത ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കുക. അന്യായമായ മാനുഷിക ശാപങ്ങളെ നാളത്തെ ദൈവാനുഗ്രഹമായി കണ്ടു. അദ്ദേഹം അവിടെ പറയുന്നുണ്ട്, പക്ഷേ 12-ാം വാക്യം, പക്ഷേ നാളെയല്ലേ, പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിനു പകരം എനിക്ക് അനുഗ്രഹം നൽകും. മനസ്സിലാകുന്നില്ലേ? അന്യായമായ മാനുഷിക ശാപങ്ങൾ നാളത്തെ ദൈവാനുഗ്രഹമായി കണ്ടു. ശരിയാട്ടോ, ശരിയാണത്. നമുക്ക് വേണ്ടി ദൈവം ഇതിൻ്റെയും കൂടെ കരുതും എന്നൊന്ന് പറ. ശാപം വേദപുസ്തകത്തിൽ ഒത്തിരി ഉണ്ട് കേട്ടോ. ദൈവശാപം ഏറ്റുവാങ്ങിയ മിരിയാമുണ്ട്, ഗേഹസിയുണ്ട്, മീഖളുണ്ട്. പക്ഷെ അതൊക്കെ ഫലിക്കപ്പെട്ട ശാപമാ പുസ്തകത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ. പക്ഷെ അന്യായമായ ശാപമുണ്ട്, ഫലമുണ്ടായ ശാപമുണ്ട്. കർത്താവിനെ കുറിച്ച് യഹൂദന്മാർ പറഞ്ഞു, ഈ രക്തം ഞങ്ങളുടെ പിള്ളേരുടെ മേലിരുന്നോട്ടെ. കിട്ടി, ആവശ്യത്തിന് കിട്ടി, ഇപ്പോഴും കിട്ടുന്നുണ്ട്. അതൊക്കെ കിട്ടി. പക്ഷെ അന്യായമായ ശാപം, പിതൃശാപം ഏറ്റുവാങ്ങിയ ദശരഥ മഹാരാജാവിന്റെ അനുഭവം രാമായണമായി മാറി, ശോകം ശ്ലോകമായി മാറി. അങ്ങനെയാണ് വാൽമീകി ജനിക്കുന്നതൊക്കെ അറിയാമല്ലോ, നമുക്കറിയാം. പക്ഷെ അന്യായമായ മാനുഷിക ശാപങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? നമുക്ക് പേടിയാണ്. എനിക്ക് വല്ലതും പറ്റുമോ? അവനെന്നെ ഉപദ്രവിക്കുന്നതുകൊണ്ട്, അവനെന്നെ പരിഹസിക്കുന്നതുകൊണ്ട്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ അവഗണനകൾക്കും പരിഹാസങ്ങൾക്കും പ്രതീക്ഷയുടെ നറുമഞ്ഞ് കാണുന്ന മനുഷ്യരുണ്ടോ? പക്ഷേ ആ വാക്കെനിക്ക് അങ്ങ് ഇഷ്ടപ്പെടുവാണ്. പക്ഷേ നാളെ ദൈവം എനിക്ക് അനുഗ്രഹമാക്കും ഇന്ന് പറയണം. വേദനിക്കുന്നുണ്ടെങ്കിൽ താങ്കൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് പറയണം, പക്ഷേ നാളെ എന്റെ ദൈവം അനുഗ്രഹം കൊണ്ടുതരും. ശമരിയാക്കാരന്റെ ഉപമയിൽ ലേവ്യനും പുരോഹിതനും പോയി കണ്ടില്ല മുറിവേറ്റ കിടന്നവനെ. ഞാൻ പറയട്ടെ, ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. അത് മാത്രം എഴുതി വെച്ച് ധ്യാനിക്കാറുണ്ട്. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. കണ്ടിരുന്നെങ്കിൽ ശമരിയാക്കാരന്റെ അനുഗ്രഹം കിട്ടില്ല. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. നമ്മൾ പറയുന്നുണ്ട്, എന്നാലും അയാൾ എന്നെ സഹായിച്ചില്ലല്ലോ. ഒരാവശ്യം വന്നപ്പോ ചിലർ സഹായിക്കാതിരുന്നതാണ് ഭാഗ്യം. അന്യായമായി സങ്കടപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന നേരത്തൊക്കെ ഒരു തൂവാല കൊണ്ട് കണ്ണീർ തുടച്ച് ഇതും കൂടി കണക്കിലെടുത്ത് ദൈവം എനിക്ക് അനുഗ്രഹം തരുമെന്ന് ഉറക്കെ പറയണം. സർപ്പദംശനമേറ്റവനെ സർപ്പം സഹായിക്കുന്നുണ്ട് പഴയ നിയമത്തിൽ. പാമ്പ് കടിയേറ്റവന് വേണ്ടി താമ്ര സർപ്പത്തെ ഒരുക്കിയില്ലേ? ഇതുകൊണ്ട് തന്നെ ഇതിനകത്ത് അനുഗ്രഹം വെച്ചിട്ടുണ്ട്. സർപ്പദംശനമേറ്റവനെ സർപ്പം സഹായിക്കുക. പൊട്ടക്കിണർ പൊൻസിംഹാസനമായി മാറിയില്ലേ? ജോസഫ് പറയുന്നുണ്ട്, ഞാൻ പൊട്ടക്കിണറിൽ വീണതാണ് ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ മിദ്യാൻ വഴി മിസ്രൈമിലെത്തില്ല. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം, പൊട്ടക്കിണറിൽ വീണതാണ് ഭാഗ്യം. ഹദാസേ എന്നൊരു സ്ത്രീയില്ലേ, അവളുടെ പുതിയ പേര് മാത്രമേ നമുക്ക് അറിയുള്ളൂ. അനാഥയായി പോയതിന് അപ്പനും അമ്മയും മരിച്ചതാണ്. എത്ര കരഞ്ഞിട്ടുണ്ടാകണം അവൾ, എത്ര സ്വയം ശപിച്ചിട്ടുണ്ടാകണം. മൊർദെഖായിയുടെ തണലിലേറി ശൂഷൻ രാജധാനിയിൽ ചെല്ലുമ്പോ അവൾ എസ്തേറായി മാറുന്നു. യഹൂദ ജനതയ്ക്ക് അനുഗ്രഹമായി മാറി. അനാഥയായിരുന്നവൾ ആജ്ഞാപിക്കുന്നവളായി മാറി.
അനാഥയായി പോയതാണ് ഭാഗ്യം. ഇന്നത്തെ സഹനങ്ങളെല്ലാം നാളെ നിന്നനുഗ്രഹമാകും എന്ന് മനോഹരമായൊരു പാട്ടില്ലേ, അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്നതാണ്. മുൾമുടി അണിഞ്ഞുകൊണ്ട് യേശു എൻ മുഖത്തൊരു മുത്തം നൽകി. ഇന്നത്തെ വേദനകളിൽ നാളെയുടെ വേദപ്രകാശമുണ്ട്. ഇന്നത്തെ വേദനകളിൽ നാളെയുടെ വേദപ്രകാശമുണ്ട്. ആട്ടിടയർ എല്ലാവരും അകത്ത് കിടന്നുറങ്ങുമ്പോൾ വെളിയിൽ പാർത്തിരുന്നു. ഈ മഞ്ഞില്, ഈ തണുപ്പില് അവർ പറയുന്നു, പുലരിയിൽ മാലാഖമാര് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോ, തമ്പുരാനെ കണ്ടു കഴിഞ്ഞപ്പോ അവർ പറയുന്നു, വെളിയിൽ പാർത്തതാണ് ഭാഗ്യം. ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. പൊട്ടക്കിണറിൽ വീണതാണ് ഭാഗ്യം. അനാഥയായി പോയതാണ് ഭാഗ്യം. വെളിയിൽ പാർത്തതാണ് ഭാഗ്യം. ലാസറിന്റെ വീട്ടിൽ, ഞാൻ അവസാനിപ്പിക്കുക, ലാസറിന്റെ വീട്ടിൽ 96 മണിക്കൂർ 4 ദിവസം ഇത്ര സ്നേഹിതനായിരുന്നിട്ടും തമ്പുരാൻ ചെന്നില്ലല്ലോ. ആ മാർത്തയും മറിയം കൂടെ എത്ര തവണ പറഞ്ഞെന്നറിയാമോ? എന്നാലും ഒന്ന് കേറിയില്ലല്ലോ, എന്നാലും പുള്ളിക്കാരനൊന്നും വന്നില്ലല്ലോ. നമ്മളും പറയുന്നടാ, ഇത്രമേൽ സ്നേഹിതനായിരുന്നിട്ടും നസറേത്തിലെ ക്രിസ്തു ഒന്ന് കേറിയില്ലല്ലോ. ഒന്ന് കേറാമായിരുന്നു, എപ്പോഴെങ്കിലും ഒന്ന് കേറാമായിരുന്നു. ഇന്ന് 4 ദിനായില്ലേ. ഇന്നലെ വരാതിരുന്നതാണ് ഭാഗ്യം. ഇന്നലെ വന്നിരുന്നെങ്കിൽ ലാസറിനെ ആരറിയുമായിരുന്നു? ഇന്നലെ വരാതിരുന്നതാണ് ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ പുറപ്പാട് 15 അധ്യായം എടുത്തിട്ട് നിങ്ങൾ അതിന്റെ മുകളിൽ എഴുതി വെക്കണം മാറ. 16 അധ്യായം എടുത്തിട്ട് അതിന്റെ മുകളിൽ എഴുതി വെക്കണം മന്ന. ഏതൊരു മാറായുടെ ശാപത്തിനു ശേഷവും മന്നായുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തല. ഞാൻ ഈ സമയം ഈ ചിന്തകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ലേവ്യൻ കാണാതിരുന്നതാണ് ഭാഗ്യം. പക്ഷേ നാളെ ഈ ശാപങ്ങൾ എനിക്കൊരു അനുഗ്രഹമാകും. 2 ശമൂവേൽ 19:18-19 വാക്യങ്ങൾ പറയാതെ ഞാൻ എങ്ങനെ അവസാനിപ്പിക്കുക? ഈ ശാപമെല്ലാം കഴിഞ്ഞ്, ദാവീദിന്റെ മധുരമൊഴികൾ കഴിഞ്ഞ്, ദാവീദ് പിന്നെ തിരിച്ച് അതേ വഴി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ ശിമയി മാപ്പ് പറയുന്നൊരു രംഗമുണ്ട് കേട്ടോ. ഈ പണ്ട് ശപിച്ചവൻ മാപ്പ് പറയുന്നൊരു രംഗമുണ്ട്. ദാവീദിന്റെ മുൻപിൽ വീണു. 23 വാക്യം. അതെ, ആ പഴയ വഴി നമുക്കും ഒരു തിരിച്ചുവരവുണ്ട്. ആ പഴയ വഴിയിൽ നമുക്കും ഒരു തിരിച്ചുവരവുണ്ട്. എവിടെയാണോ നിങ്ങൾ കരഞ്ഞത്, എവിടെയാണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, എവിടെയാണോ നിങ്ങൾ പരിഹസിക്കപ്പെട്ടത്, അവിടെ തന്നെ സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തും. വിതയ്ക്കാനൊരു കാലമുണ്ടെങ്കിൽ കൊയ്യാൻ ഒരു കാലമുണ്ട്. വിലപിക്കാൻ ഒരു കാലമുണ്ടെങ്കിൽ ആഹ്ലാദിക്കാനും ഒരു കാലമുണ്ട്. സത്യമായും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. സത്യമായും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാവീദ് നമ്മുടെ മുമ്പിൽ ക്ഷമയുടെ വർണ്ണപ്രപഞ്ചം തീർക്കുന്ന, ആന്തരിക സൗഖ്യത്തിന്റെ ശലഭമായി പാറി നടന്ന ഈ രാത്രി, പരിഹാസങ്ങളെ ആന്തരിക സൗഖ്യം കൊണ്ട് നേരിട്ട, എല്ലാറ്റിനും പിൻപിൽ ദൈവനിശ്ചയം കണ്ട, പക്ഷേ ഇന്നിന്റെ ശാപങ്ങളെ നാളെ അനുഗ്രഹമാകുമെന്ന് പ്രതീക്ഷിച്ച ദാവീദ് വർത്തമാന കാലഘട്ടത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ പല സങ്കടങ്ങളിലും ഒരു പ്രകാശമായി നിൽക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.